ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്രൈഡഡ് കോട്ടൺ ത്രെഡ് നെക്ക് പീസസ് ആണ്. അതായത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്വല്ലറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളില്ലേ, അതായത് നമ്മളൊരു പ്ലെയിൻ ടോപ്പ്, ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ടോപ്പൊക്കെ ആയിട്ട് അധികം വർക്കുകളൊന്നും ഇല്ലാത്തൊരു ടോപ്പിനെ നമ്മുടെ ടോട്ടൽ ലുക്കിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു നെക്ക് പീസാണിത്. നമുക്ക് മെറ്റൽ ഇതൊന്നും ഇതിനകത്തില്ലാത്തത് കാരണം ഈ ത്രെഡ് കൊണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് സ്കിൻ ഫ്രണ്ട്ലിയുമാണ്. ഇത് ചോക്കറായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ബാക്കി നമ്മൾ ത്രെഡ് കൊടുത്തിരിക്കുന്നത് ചോക്കറായിട്ട് മുകളിലോട്ട് നമുക്ക് കയറ്റിയിടാം ഇത്. അതേപോലെ തന്നെ നമുക്ക് ചോക്കറായിട്ട് വേണ്ട കുറച്ച് ലെങ്ത് താഴോട്ട് മതിയെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ കളറിലെ ബീഡ്സ് ആണ് നമ്മൾ ഇതിന് താഴെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാരിയുടെ കൂടെയും അല്ലാത്ത വെയേഴ്സിൻ്റെ കൂടെയൊക്കെയും ധരിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത പീസ് കാണാം. അതിൻ്റെ ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡാണ്. നമ്മൾ മുമ്പേ കാണിച്ചിരുന്നത് സൈഡിലെ മുത്തുകളായിരുന്നു സ്റ്റിച്ച് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് സിൽവർ കളറിലെ ഗുങ്കുരൂസ് ആണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതും നമുക്ക് സാരിയുടെയും ഭംഗിയായിട്ട് ധരിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പ്ലെയിൻ കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വളരെ ഭംഗിയുള്ള ഒരു നെക്ക് പീസാണ്. കോട്ടൺ ത്രെഡാണിത്. ഇതിൽ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഇതിൽ ഈ ഗുങ്കുരൂസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ട് ധരിക്കാൻ പറ്റാവുന്ന വ്യത്യസ്തങ്ങളായ ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന, സാധാരണ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള ജ്വല്ലറിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു യുണീക്കായിട്ടുള്ള സ്റ്റൈൽ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പുറകോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ചോക്കറായിട്ടും യൂസ് ചെയ്യാം. ഇങ്ങനെ മുകളിലോട്ട് കയറ്റി ചോക്കറായിട്ടും യൂസ് ചെയ്യാം. അടുത്ത പീസ് കാണാം. അടുത്തതൊരു പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ത്രെഡ്. വൈറ്റ് ചെറുതായിട്ട് ഇതിനിടയ്ക്കൂടെ പോയിട്ടേ ഉള്ളൂ. അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരെണ്ണമാണ്. ക്രീം കളറിലെ ബീഡാണ് നമ്മളിതിന് താഴെ ചേർത്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്താണ് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് ഈ ബീഡ്സ്. ഇതും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ധരിക്കാൻ പറ്റാവുന്നതാണ്. ചോക്കറായിട്ട് നമുക്ക് മേലോട്ട് കയറ്റി ഉപയോഗിക്കാം. അതേപോലെ തന്നെ താഴോട്ട് ഇറക്കി വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന പാകത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം നമുക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മളിതിൻ്റെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് ലെങ്ത് കുറച്ചോ കൂട്ടിയോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള പീസസിൻ്റെ പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. നമ്മുടെ എല്ലാ കളക്ഷൻസും രൂപകല ക്രിയേഷൻസ് ബൈ പ്രീത മേരി എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഓരോന്നും അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേജ് വിസിറ്റ് ചെയ്യാം. പേജിൻ്റെ പേര് മറക്കണ്ട, രൂപകല ക്രിയേഷൻസ് ബൈ പ്രീത മേരി. അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.